നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അടയാണ് ഉണ്ടാക്കിയത്. നമ്മൾ ഓട്ടട എന്നൊക്കെ പറയാമല്ലോ, അങ്ങനത്തെ അടയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിന് പാലൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടയും അതുപോലെ തന്നെ പാലും അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ ഈ പൂവടൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് നമുക്ക് ഇങ്ങനെ പാലൊക്കെ ഒഴിച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ അത് തന്നെ അടയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എക്സാം വരാറായി. അപ്പോൾ അതിന് വേണ്ടി പഠിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. ആദ്യം തന്നെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് ബുക്കൊക്കെ ആയിട്ടൊരു ഇത് വേണമല്ലോ. അങ്ങനെ ബുക്കൊക്കെ മറിച്ച് നോക്കി അത്യാവശ്യം കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമല്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും, പിന്നെ വീണ്ടും കുറച്ച് നേരം പഠിക്കും. ഞാൻ ഒരു സബ്ജക്റ്റ് തന്നെയല്ല കേട്ടോ പഠിക്കുന്നത്, ഞാനിങ്ങനെ ഡിഫറെൻറ്റ് സബ്ജക്റ്റൊക്കെ എടുത്ത് പഠിക്കും. അപ്പോൾ കുറേയൊക്കെ എഴുതി പഠിക്കാനൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ CSEB ഒരു എക്സാം വരുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ ഫസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം ഇങ്ങനെ ഇരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നേരം ചായ കുടിയൊക്കെ കഴിഞ്ഞിരുന്ന് പഠിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉച്ച വരെയൊക്കെ ഇരുന്ന് പഠിക്കാമല്ലോ. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരമൊക്കെ ബ്രേക്ക് എടുക്കും, പഠിച്ച് വരാൻ അങ്ങനെ കുറച്ച് പണികൾക്കൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് കുറേ നേരം ഇങ്ങനെ പഠിക്കാൻ സമയം കിട്ടുമ്പോൾ ഇരുന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഞാനിന്ന് ബാങ്കിങ്ങൊക്കെ ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ സെക്ഷൻസും റൂൾസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ആക്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോയും അതുപോലെ തന്നെയാണ്. ലോയും നമുക്ക് അത്യാവശ്യം കുറേ സെക്ഷനുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ നമുക്ക് ഏത് ക്വസ്റ്റ്യനാണ് ചോദിക്കാമെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം നമ്മൾ മിക്കതും പഠിച്ച് തന്നെ പോകണം. പഠിക്കുന്നതൊന്നും വരേയില്ലല്ലോ, അതാണല്ലോ നമ്മുടെ ഒരു ശീലം. പിന്നെ ഇങ്ങനത്തെ എക്സാമൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 4 ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞെടുത്ത് എഴുതിയാൽ മതി. പക്ഷേ എങ്കിലും നമുക്ക് ആ 4 ഓപ്ഷൻ കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷനാണ്, ഇതിലേതായിരിക്കും ശരി എന്നുള്ളത്. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ. അതുപോലെ തന്നെയാണ് എനിക്കും. അത് കറക്റ്റായിട്ട് തെറ്റുത്തരം തന്നെ സെലക്ട് ചെയ്ത് എഴുതാനും നമുക്കൊരു കഴിവുണ്ട്. അങ്ങനെ കറക്കി കുത്തുമ്പോൾ മിക്കതും തെറ്റിയാണ് എൻ്റെ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് അധികം കറക്കി കുത്താനൊന്നും നിൽക്കലില്ല ഞാൻ. അത്യാവശ്യം കുറച്ച് നേരം വായിച്ച് നോക്കും. പിന്നെ നമുക്കധികം ടൈമും ഇല്ല, കുറേ നേരം ഇരുന്ന് വായിച്ച് നോക്കാനുള്ള ടൈമും നമുക്കില്ല. അതുകൊണ്ട് ഒരു ട്രിപ്പ് തന്നെ വായിക്കുമ്പോൾ ആൻസർ നമുക്ക് തോന്നുന്നത് അങ്ങോട്ട് വേഗം എടുത്ത് എഴുതി വയ്ക്കും. അതാണ് സ്ഥിരം ചെയ്യുന്ന പരിപാടി. അപ്പം അത്യാവശ്യം കുറച്ച് നോട്ട്സൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് ബാങ്കിങ്ങിൻ്റെ. പിന്നെ കുറച്ച് നേരം ലോയാണ് എടുത്ത് പഠിച്ചത് കേട്ടോ. ലോ പഠിക്കുമ്പോൾ നമുക്കൊരു ബോറടി ആണെങ്കിലും കുറച്ച് നേരമൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള ഒരു കുറച്ചും കൂടെ ഒരു ഇത് തോന്നും, നമുക്ക് ഇൻട്രസ്റ്റ് തോന്നും. അപ്പോൾ അതാണ് കുറച്ച് നേരമൊക്കെ ഞാൻ റെസ്റ്റ് എടുക്കും, അതിനുശേഷം വീണ്ടും പഠിക്കും. അതുപോലെ തന്നെ 2-3 സബ്ജക്റ്റൊക്കെ ഒരു ദിവസം ഇങ്ങനെ നോക്കും. ഒരെണ്ണം തന്നെ നമ്മൾ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു ബോറടിയാണ്. അതാണ് ഞാൻ ഒരെണ്ണം തന്നെ ഇരുന്ന് പഠിക്കലൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് പഠിച്ച് കഴിഞ്ഞ് കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ ഒന്ന് പോയി. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് മേടിച്ചത്. വൈകുന്നേരം ആയപ്പോൾ പുറത്തുനിന്ന് ഫുഡൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അൽഫാം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തുടങ്ങി ഉറക്കം വരാനായിട്ട് തുടങ്ങി. അങ്ങനെയാണല്ലോ നമുക്ക് പുറത്തുനിന്ന് ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ക്ഷീണം, നമുക്കുള്ള എനർജി അങ്ങ് പോകും. അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വേഗം ഉറക്കം വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചക്കേൽക്ക് അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം കേട്ടോ ബാക്കി പഠിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അൽഫാമും അതുപോലെ തന്നെ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ മിക്കതും നോട്ട്സ് എഴുതിയെടുത്ത് ഇങ്ങനെ പഠിക്കലില്ല. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ അത് നോട്ട് ചെയ്ത് പഠിക്കും. അല്ലാതെ ചിലവർ ചെയ്യുന്നുണ്ട്, അവർക്ക് അത് യൂസ്ഫുള്ളായിരിക്കും. വായിച്ച് നോക്കിയാൽ ആദ്യം നോട്ട്സും അതുപോലെ തന്നെ 1 വേർഡ് ആൻസേഴ്സും ഒക്കെ നോട്ട് ചെയ്ത് എഴുതി വെച്ചതിന് ശേഷം വീണ്ടും പഠിക്കും. അത് ചിലവരൊരു ശീലമായിരിക്കാം. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് ബുക്ക് എടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന നോട്ട്സൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് ജസ്റ്റ് എഴുതി വെക്കും. എന്നിട്ട് അപ്പം തന്നെ പഠിച്ചങ്ങോട്ട് പോകും. ഇങ്ങനെ എഴുതി വെച്ച് രണ്ടാമത് പഠിക്കാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പിന്നെ എഴുതി അങ്ങനെ പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ ആ പേജ് പിന്നീട് എടുത്തേക്കിലൊന്നുമില്ല, എഴുതി ഇങ്ങനെ കുത്തി വരച്ച് അത് ഞാൻ അങ്ങനെ തന്നെ കളയും. അതാണ് എൻ്റെ ഒരു ശീലം. ശരിക്കും നമുക്ക് ആദ്യമേ ഇരുന്ന് പഠിക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കൂടുതലും ടൈമും കിട്ടും, അതുപോലെ തന്നെ എല്ലാം റിവിഷൻ ചെയ്യാനുള്ള ഒരു ഇതും ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരും എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വരാനായിട്ടാണ് വെയിറ്റ് ചെയ്യുക, അതിന് ശേഷമായിരിക്കും പഠിക്കുക.
അപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊട്ടും നേരം ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ദിവസമായിട്ടുള്ളൂ പഠിച്ചു തുടങ്ങിയിട്ട്, അപ്പോഴേക്കും എക്സാം എത്തി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ബോറടി. നമുക്ക് ആദ്യമേ കുറേശ്ശൊക്കെ പഠിച്ചു വെക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നല്ലതായിരിക്കും. പക്ഷെ നമ്മൾ ആരും അങ്ങനെ ചെയ്യലില്ല, ചെയ്യുന്നവരുണ്ട് കേട്ടോ. കണ്ണൂർ ആസ്ഥാനമാക്കിയിട്ട് 1972 പ്രവർത്തിക്കുന്നതാണ് നമ്മൾ റീസ്കോ. 1972 റീജിയണൽ ആഗ്രോ എന്നാണ്. കയർ ഫെഡ് ആലപ്പുഴയിലാണ്. കയർ 1979. പിന്നെ ക്യാപെക്സ് 1984 കൊല്ലാസ്ഥാനാക്കിയിട്ടാണ്. ക്യാപെക്സ് 1984 കൊല്ലാസ്ഥാനാക്കിയിട്ടാണ് ക്യാപെക്സ്. ടൂർ ഫെഡ് എന്ന് പറയുമ്പോൾ ടൂർ ഫെഡുണ്ട്, ഹോസ്പിറ്റൽ ഫെഡൊക്കെ. പിന്നെ ലാസ്റ്റത് നമ്മുടെ ക്രിപ്കോ ക്യാംകോ. ഇഫ്കോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം 1967 രജിസ്റ്റർ ചെയ്ത് പൂർത്തിയാക്കിയതാണ്. നമ്മുടെ ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 1967, 1970, 1970 അങ്ങോട്ടുണ്ട്. 1980, 1971, 1973.